ഇംഗ്ലീഷിൽ മാജിക്കൽ ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ട്, ഗെറ്റ്. ഞാനിതിനെ മാജിക്കൽ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ ഒരു വാക്ക് ഉപയോഗിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഈ ഗെറ്റിന്റെ പല തരത്തിലുള്ള ഉപയോഗങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ ഗെറ്റ് എന്ന വേർബിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മീനിങ് എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്താണ്? കിട്ടുക എന്നാണ്, അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയോ? ഇതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ എന്ന് ചോദിക്കും. അപ്പൊ കിട്ടിയോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു ഗെറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ? അപ്പൊ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? ആ കിട്ടിന്ന് എങ്ങനെ പറയും? യെസ്, ഐ ഗോട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗെറ്റിന്റെ പാസ്റ്റ് ഫോം ആണ് ഗോട്ട്. അപ്പൊ കിട്ടി എന്ന് പറയാൻ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഗെറ്റ് പല അർത്ഥത്തിൽ വരും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാണ് ഇതൊരു രഹസ്യമാക്കി തന്നെ വെക്കണേ, കീപ് ഇറ്റ് എ സീക്രട്ട് എന്ന് പറയാണ്. അപ്പൊ ഞാൻ അവിടെ എന്താ പറയുന്നേ? ആ, എനിക്ക് മനസ്സിലായി, നമുക്ക് ആ കാര്യം മനസ്സിലായി, ആ നിർദ്ദേശം മനസ്സിലായി എന്ന്. അവിടെ നമ്മൾ എന്ത് പറയും? ഐ ഗോട്ട് ഇറ്റ്. കണ്ടോ ഗെറ്റിന്റെ വേഴ്സിറ്റാലിറ്റി എന്താന്ന് മനസ്സിലായോ? ആദ്യം നമ്മൾ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞത് മെയിൽ കിട്ടി എന്ന് പറയാനാണ്. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായി എന്ന് പറയാനും ഐ ഗോട്ട് ഇറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണം, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോന്നേ, മനസ്സിലായോന്നല്ല. അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കും? ഡു യു ഗെറ്റ് മീ? അവിടെ ഡു യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് ചോദിക്കണ്ട. അവിടെ ഗെറ്റിന്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡ് എന്നാണ്. ഡു യു ഗെറ്റ് മീ എന്ന് ചോദിക്കും. മനസ്സിലായോ എന്ന് ചോദിക്കണമെങ്കിലോ ഡിഡ് യു ഗെറ്റ് മീ പാസ്റ്റ് ആക്കിയാൽ മതി, ക്വസ്റ്റ്യൻ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കി ഡിഡ് യു ഗെറ്റ് മീ എന്ന് ചോദിക്കണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നാച്ചുറൽ ഇംഗ്ലീഷ്, സ്വാഭാവികമായിട്ടുള്ള ഇംഗ്ലീഷ്, നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഡു യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് ചോദിക്കുന്നതിലും നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുക, സൗണ്ട് ചെയ്യുക ഡു യു ഗെറ്റ് മീ എന്ന് ചോദിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഗെറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർബാന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയണമെങ്കിലോ, അയാൾക്ക് തമാശ പിടികിട്ടിയില്ല, തമാശ മനസ്സിലായില്ല എന്ന്, ആ പറഞ്ഞതിലുള്ള ജോക്ക് എന്താണ് അയാൾക്ക് കിട്ടിയില്ല എന്ന്. അപ്പൊ എങ്ങനെ പറയും? ഹിഡിൻ ഗെറ്റ് ദ ജോക്ക്. ഹിഡിൻ ഗെറ്റ് ദ ജോക്ക്. ഇവിടെ കിട്ടുക എന്നല്ല, പിടി കിട്ടിയില്ല, മനസ്സിലായില്ല എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് ഇരിക്കട്ടെ, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ജോലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ പുറത്ത് ഭയങ്കര ബഹളമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഡോറ് തുറന്ന് വീട്ടിലുള്ള വേറെ ആരുടെങ്കിലും പറയും, അല്ലേ, ദ കിഡ്സ് ആർ മേക്കിംഗ് നോയ്സ്, കുട്ടികൾ ഭയങ്കര ബഹളം ഉണ്ടാക്കണമെന്ന് പറയും. അപ്പൊ അവര് നിങ്ങളോട് എന്തായിരിക്കും പറയുന്നേ? ഞാൻ ഏറ്റു, വിഷമിക്കണ്ട, ഞാൻ ഏറ്റു എന്ന് പറയും. അവിടെ നമ്മളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയാമോ? ഡോണ്ട് വറി, ഐ ഹവ് ഗോട്ട് ദിസ്. ഈ ഐ ഹവ് ഗോട്ട് ദിസ് എന്ന് പറഞ്ഞില്ലേ, അതൊരു സെറ്റ് ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം ഐ വിൽ ഹാൻഡിൽ ദിസ്, അത് ഞാൻ ഏറ്റു, ഞാനത് നോക്കിക്കോളാം എന്നാണ്. അവിടെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഫ്രേസ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ വീട്ടില് ഭാര്യ നിങ്ങളോട് പറയാണ് കുറേ ജോലിയുണ്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഏറ്റു എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചാൽ മതി, ഐ ഹവ് ഗോട്ട് ദിസ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടല്ലോ, ഇമെയിൽ കിട്ടി എന്ന് പറയാൻ ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞു, അല്ലേ? അതുപോലെ തന്നെയാണ് എന്ത് കാര്യവും ലഭിച്ചു, നമ്മളത് റിസീവ് ചെയ്തു, ഒബ്റ്റെയിൻ ചെയ്തു എന്നൊക്കെ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് ഈ ഗെറ്റ് അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആയ ഗോട്ട് ഉപയോഗിക്കാം. അവസാനം ജോലി കിട്ടി എന്ന് പറയാൻ ഫൈനലി ഐ ഗോട്ട് ദ ജോബ്. ഐ ഗോട്ട് ദ ജോബ്. നമുക്ക് പണം നാളെ കിട്ടും, അവിടെ എന്ത് പറയും? വിൽ ഗെറ്റ് ദ മണി ടുമോറോ. വി വിൽ ഗെറ്റ് ദ മണി ടുമോറോ. അപ്പൊ നാളെ കിട്ടും, ഫ്യൂച്ചർ ആണേ, അതുകൊണ്ടാണ് വി വിൽ ഗെറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, നിങ്ങളുടെ ഫോണിൽ വൈഫൈ കിട്ടുന്നുണ്ടോ? അതെങ്ങനെയാ ചോദിക്കുക? ആർ യു ഗെറ്റിംഗ് വൈഫൈ ഓൺ യുവർ ഫോൺ? അതായത് കിട്ടുന്നുണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് ആർ യു ഗെറ്റിംഗ് എന്ന് ചോദിച്ചത്. അപ്പൊ ഇവിടെ എല്ലാം കിട്ടുക എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഈ ഗെറ്റ് യൂസ് ചെയ്തത്, അല്ലേ? പക്ഷെ ഗെറ്റിന് വേറെ ഒരുപാട് അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ടയേർഡ് ആയിട്ടുള്ള ഒരാളെ കാണുകയെന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ എന്ത് പറയും? നിങ്ങളെ കണ്ടിട്ട് വല്ലാതെ ക്ഷീണം തോന്നുന്നു, നിങ്ങളൊന്ന് ഉറങ്ങാൻ ശ്രമിക്കൂ എന്ന് പറയും, അല്ലേ? ഇവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? യു ലുക്ക് ടയേർഡ്, ട്രൈ ടു ഗെറ്റ് സം സ്ലീപ്പ്. അപ്പൊ ഇവിടെ ഗെറ്റ് സം സ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ഹാവ് അല്ലെങ്കിൽ ടു മാനേജ് ടു ഹാവ് സം സ്ലീപ്പ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ട്രൈ ടു ഗെറ്റ് സം സ്ലീപ്പ് എന്നാണ്. പിന്നെ ചില ബില്ലൊക്കെ കാണുമ്പോൾ നമ്മൾ കിളി പോയി എന്ന് പറയും, അല്ലെ? പകച്ചു പോവും, അതായത് ഞെട്ടിപ്പോവും. അവിടെ എങ്ങനെയാ പറയാ? അവിടെ ടു ഗെറ്റ് എ ഷോക്ക് എന്ന് പറയും. ഐ ഗോട്ട് എ ഷോക്ക് വെൻ ഐ സോ ദ ബിൽ. അതായത് ഐ വാസ് ഷോക്ക്ഡ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്.
ടു ഗെറ്റ് എ ഷോക്ക്. ഐ ഗോട്ട് എ ഷോക്ക് വെൻ ഐ സോ ദ ബിൽ. നിനക്ക് എവിടെ നിന്നാണ് ഈ ഐഡിയ കിട്ടിയത്? അവിടെയും കിട്ടലാണേ. ഇവിടെ എന്ത് ചോദിക്കും? Where did you get this idea from? Where did you get this idea from? അതായത് എവിടെ നിന്നാണ് ഈ ഐഡിയ കിട്ടിയതെന്ന്. അയാൾ ഐഡിയ വാങ്ങിയതല്ല അല്ലേ? പക്ഷെ അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിയേ. നീ എവിടെ നിന്നാണ് ഈ ബാഗ് വാങ്ങിയത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അവിടെ ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കുക where did you get this bag എന്നാണ്. where did you get this bag? അവിടെ ഫ്രം കൂടെ ചേർക്കണം എന്നില്ല. where did you get this bag എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് വാങ്ങി എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഗെറ്റിന്റെ അർത്ഥം വരുന്നത് ബൈ എന്നാണ്, വാങ്ങുക എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കിട്ടലല്ല, ഇവിടെ വാങ്ങലാണ്. പോയി ബ്രെഡ് വാങ്ങിക്കൊണ്ടുവാ എന്നെങ്ങനെ പറയും? ഗോ ആൻഡ് ഗെറ്റ് സം ബ്രെഡ്. ഗോ ആൻഡ് ഗെറ്റ് സം ബ്രെഡ്. ഇവിടെ ബ്രെഡ് കൗണ്ടബിൾ ആയിട്ടല്ല നമ്മൾ കാണുന്നത്, അതുകൊണ്ടാണ് സം ബ്രെഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ഗോ ആൻഡ് ഗെറ്റ് സം ബ്രെഡ് എന്ന് വെച്ചാൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഗെറ്റ് വരുമ്പോ വാങ്ങുക എന്ന് തന്നെ ആവണം എന്നില്ല അർത്ഥം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ എന്റെ കണ്ണട എടുത്തോണ്ട് വരട്ടെ. ലെറ്റ് മീ ഗോ ഗെറ്റ് മൈ ഗ്ലാസസ്. ലെറ്റ് മീ ഗോ ഗെറ്റ് മൈ ഗ്ലാസസ് എന്നാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ എനിക്ക് ലെറ്റ് മീ ഗോ ആൻഡ് ഗെറ്റ് മൈ ഗ്ലാസസ് എന്ന് പറയാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പോയിട്ട് എന്റെ കണ്ണട വാങ്ങിക്കൊണ്ട് വരട്ടെ എന്നാണോ? അല്ല. ഇവിടെ ടു ഫെച്ച് സംതിങ്, ടു ബ്രിങ് സംതിങ്, എന്തെങ്കിലും പോയി എടുത്തുകൊണ്ട് വരിക, ആ അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഗെറ്റ് ഉപയോഗിച്ചത്. കണ്ടോ, ഗെറ്റ് എന്തുമാത്രം ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ ലെറ്റ് മീ ഗോ ഗെറ്റ് മൈ ഗ്ലാസസ് എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരട്ടെ എന്നാണ്. ഇതേ അർത്ഥം വരുന്ന വേറൊരു സെന്റൻസ് ഞാൻ പറയാം. ഇപ്പൊ ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സുഖമില്ലാത്ത പോലെയൊക്കെ ആയാലും നമ്മൾ എന്താ ചെയ്യുക? ആരുടെങ്കിലും പറയൂ അല്ലെ, ഒരു ഡോക്ടറെ വിളിച്ചിട്ട് വരൂ എന്ന് പറയും. അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? സംബഡി ഗെറ്റ് എ ഡോക്ടർ പ്ലീസ്. അവിടെ ഗെറ്റ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാൻ. സംബഡി ഗെറ്റ് എ ഡോക്ടർ പ്ലീസ് എന്നാണ് അവിടെ പറയുക. അതുപോലെ ഒരു അസുഖമൊക്കെ പിടിപെടുക എന്നൊരു അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങളൊരു പക്ഷെ ഉപയോഗിക്കാറുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് കോൾഡ് ആവുകയാണോ, കോൾഡ് പിടിക്കുകയാണോ എന്നൊരു സംശയം. അവിടെ നമ്മൾ എന്ത് പറയും? ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് എ കോൾഡ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടോ, എ കോൾഡ് എന്ന് പറയണം കേട്ടോ. ഇങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ എ കോൾഡ് അങ്ങനെ പറയുവേ. അപ്പൊ ഇവിടെ ഗെറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ടു ബിക്കം ഇൽ എന്നാണ്. ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് എ കോൾഡ്. അപ്പൊ ഇങ്ങനെ പറയണമെങ്കിലോ, എനിക്ക് നല്ല ചുമയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് നല്ല ചുമ എന്നാണ് ഉദ്ദേശിക്കുന്നത്, കടുത്ത ചുമ എന്നാണ് അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? ഐ ഹവ് ഗോട്ട് എ ബാഡ് കോഫ്. അവിടെയും വരണം കോഫിന്റെ മുൻപില്. അപ്പൊ വളരെ കടുത്ത അവസ്ഥയിലുള്ളതെന്നുള്ളതിനാണ് എ ബാഡ് കോഫ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് നല്ല എന്നാണ്, പക്ഷെ അത് നോർമലി അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ ഐ ഹവ് ഗോട്ട് എ ബാഡ് കോഫ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അയാളോട് ചോദിക്കണം എന്നിരിക്കട്ടെ, നിങ്ങളുടെ ചുമ ഇപ്പൊ ഭേദമായോ എന്ന് ചോദിക്കണമെങ്കിലോ, ഇസ് യുവർ കോഫ് ഗെറ്റിംഗ് ബെറ്റർ? അവിടെ ഭേദമായോ എന്നല്ല കേട്ടോ, ഭേദമാകുന്നുണ്ടോ എന്ന്, ബെറ്റർ ആകുന്നുണ്ടോ എന്ന്. അപ്പൊ എന്താ ചോദിച്ചത്? ഇസ് യുവർ കോഫ് ഗെറ്റിംഗ് ബെറ്റർ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഗെറ്റിന്റെ അർത്ഥം എന്താണ്? ടു ബിക്കം, അങ്ങനെ ആവുക, ബെറ്റർ ആവുക. അതിനാണ് നമ്മൾ പറഞ്ഞത് ടു ബി ബെറ്ററിന് പകരം ടു ഗെറ്റ് ബെറ്റർ. മനസ്സിലായോ? അപ്പൊ ടു ബിക്കം അല്ലെങ്കിൽ ടു സ്റ്റാർട്ട് ടു ബി, അങ്ങനെ ആയി തുടങ്ങുക എന്നൊക്കെ ഒരു അർത്ഥത്തിൽ നമ്മൾ ഗെറ്റ് ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പറയില്ലേ, നിങ്ങളുടെ ചായ ഇരുന്ന് തണുക്കുന്നു, അതെങ്ങനെ പറയും? യുവർ ടീ ഇസ് ഗെറ്റിംഗ് കോൾഡ്. അവിടെ ഗെറ്റിംഗ് കോൾഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ബിക്കമിങ് കോൾഡ്, അങ്ങനെ തണുത്ത് തുടങ്ങുന്നു, തണുക്കുന്നു എന്നാണ്. യുവർ ടീ ഇസ് ഗെറ്റിംഗ് കോൾഡ്. പിന്നെ ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, പ്രായമാകുന്ന പോലെ തോന്നുന്നു, അതായത് പ്രായമായിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന്. അതെന്ത് പറയും? ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് ഓൾഡ്. അപ്പൊ മുൻപ് പറഞ്ഞു ചായ തണുക്കുന്നു എന്ന്, അങ്ങനെ ഇറ്റ്സ് ബിക്കമിങ് കോൾഡ് എന്ന അർത്ഥത്തിൽ ഇറ്റ്സ് ഗെറ്റിംഗ് കോൾഡ് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് പ്രായമാകുന്നു, ഗ്രാജുവലി അങ്ങനെ ഒരു ചേഞ്ച് വരുന്നു എന്നൊരു അർത്ഥം കിട്ടാനും ഗെറ്റിംഗ് ഓൾഡ് എന്നാണ് പറഞ്ഞത്. ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് ഓൾഡ്. കുട്ടികൾ ചിലപ്പോൾ പറയാറില്ലേ, എന്റെ മാർക്ക് കണ്ടപ്പോ അച്ഛന് ദേഷ്യം വന്നു. അവിടെ എങ്ങനെ പറയും? മൈ ഫാദർ ഗോട്ട് ആംഗ്രി വെൻ ഹി സോ മൈ മാർക്സ്. ഹി ഗോട്ട് ആംഗ്രി. ഹി വാസ് ആംഗ്രി എന്നല്ല പറഞ്ഞേ. ഹി വാസ് ആംഗ്രി എന്ന് വെച്ചാൽ അയാൾക്ക് ദേഷ്യമായിരുന്നു എന്നാണ്. അങ്ങനല്ല, ദേഷ്യമായി മാറിയതാണ്, ദേഷ്യം വന്നതാണ് അല്ലെ. അതിനാണ് പറയുന്നത് ഹി ഗോട്ട് ആംഗ്രി എന്ന്. അവിടെ ഉദ്ദേശിക്കുന്നത് ഹി ബിക്കെയിം ആംഗ്രി എന്നാണ് കേട്ടോ. പക്ഷെ അവിടെ ഈ ഹി ഗോട്ട് ആംഗ്രി എന്ന് പറയുന്നതാണ് നാച്ചുറൽ ആയിട്ട് സൗണ്ട് ചെയ്യുക. പിന്നെ ഈ ഗെറ്റ് യൂസ് ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്, വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പൊ ഞാൻ ജോലിക്ക് പോവാൻ റെഡി ആവുകയാണ് എന്നെങ്ങനെ പറയും? ഐ എം ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. ഐ എം ഗെറ്റിംഗ് റെഡി, തയ്യാറാവുകയാണ്. മനസ്സിലായോ? ആ ആവുകയാണ് എന്നുള്ളതിനാണ് നമ്മളിവിടെ ഗെറ്റിംഗ് റെഡി എന്ന് പറയുന്നത്. ഐ എം ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. അതുപോലെ നേരം വൈകുന്നു,
അതിന് നമ്മൾ സാധാരണ എന്താ പറയാ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് എന്ന് പറയാം. അപ്പോൾ ഗെറ്റിംഗ് ലേറ്റ് അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിന് പകരം വേണമെങ്കിൽ ടൈം ഈസ് ഗെറ്റിംഗ് ഓൺ എന്നും പറയാറുണ്ട്. ടൈം ഈസ് ഗെറ്റിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ നേരം പോകുന്നു എന്ന അർത്ഥത്തിൽ. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് അല്ലെങ്കിൽ ടൈം ഈസ് ഗെറ്റിംഗ് ഓൺ. പിന്നെ ഈ യൂസ് ടു വരുന്ന സെന്റൻസസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് അതിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അവിടെ യൂസ് ടുവിന്റെ കൂടെ ഗെറ്റ് കൂടെ ചേർത്ത് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് ഈ തണുപ്പുമായിട്ട്, അതായത് ഈ കഠിനമായ തണുപ്പുമായിട്ട് പൊരുത്തപ്പെടാനാകുന്നില്ല. അവിടെ എങ്ങനെ പറയും? ഐ കാൺട്ട് ഗെറ്റ് യൂസ് ടു ദിസ് എക്സ്ട്രീം കോൾഡ്. അപ്പൊ ഇവിടെ ഗെറ്റ് യൂസ് ടു എന്നുള്ളത് ഒരുമിച്ച് വരണം. അതിന്റെ അർത്ഥം അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനാകുന്നില്ല, പൊരുത്തപ്പെടാനാകുന്നില്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിലാക്കി നമ്മൾ എങ്ങനെ പറയും? ഇപ്പൊ ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, അവര് പുതിയ റുട്ടീനുമായിട്ട് പൊരുത്തപ്പെട്ടു എന്നെങ്ങനെ പറയും? ദേ ഗോട്ട് യൂസ്ഡ് ടു ദ ന്യൂ റുട്ടീൻ. ദേ ഗോട്ട് യൂസ്ഡ്. അപ്പൊ മുൻപ് പൊരുത്തപ്പെടുക എന്നുള്ളതിന് ടു ഗെറ്റ് യൂസ് ടു എന്നല്ലേ പറഞ്ഞത്, ഇവിടെ ഗോട്ട് യൂസ് ടു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പൊ ആ യാത്രക്കിടയിൽ ഇവിടെ വെച്ചോ നമ്മുടെ ഫോൺ ആരോ മോഷ്ടിച്ചു. ഇത് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുള്ളൂ, എൻ്റെ ഫോൺ ആരോ മോഷ്ടിച്ചു എന്നേ പറയുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ നോർമലി ഇത് പറയുന്ന രീതി എന്താണെന്നറിയോ? പാസീവ് ആക്കി മാറ്റും. എന്ന് വെച്ചാൽ എന്താണ്? സംബഡി സ്റ്റോൾ മൈ ഫോൺ എന്നല്ല നമ്മൾ പറയാ, മൈ ഫോൺ വാസ് സ്റ്റോളൻ ഓൺ ദ ബസ് എന്ന് പറയും. ബസ്സിൽ വെച്ച് എൻ്റെ ഫോൺ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക, മൈ ഫോൺ വാസ് സ്റ്റോളൻ എന്ന്. അവിടെ നമുക്ക് വാസ് സ്റ്റോളിന് പകരം മൈ ഫോൺ ഗോട്ട് സ്റ്റോളൻ ഓൺ ദ ബസ് എന്ന് പറയാം. മനസ്സിലായോ? മൈ ഫോൺ ഗോട്ട് സ്റ്റോളൻ ഓൺ ദ ബസ്. അപ്പൊ ഇവിടെ ഗോട്ട് സ്റ്റോളൻ എന്ന് വെച്ചാൽ വാസ് സ്റ്റോളൻ എന്നാണ്. ആ ഒരു പാസീവ് രീതിയിലാണ് ഇവിടെ നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി വേറെ ഒരെണ്ണം പറയാം. അയാൾക്ക് മത്സരത്തിനിടയിൽ പരിക്കേറ്റു എന്ന് പറയണം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാവുന്നത്? ഈ ഗെറ്റ് യൂസ് ചെയ്തിട്ട് ഹി ഗോട്ട് ഹേർട്ട് ഡ്യൂറിങ് ദ മാച്ച് എന്ന് പറയാം. ഹി ഗോട്ട് ഹേർട്ട്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞതുപോലെ ഇത് പാസീവില് വന്നതാവാം. അതായത് ആരോ അയാളെ പരിക്കേൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ ഹി വാസ് ഹേർട്ടിന് പകരം ഹി ഗോട്ട് ഹേർട്ട് എന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ അങ്ങനെ ഹേർട്ട് ആയി എന്ന അർത്ഥത്തിൽ, ഹി ബിക്കെയിം ഹേർട്ട് എന്ന അർത്ഥത്തിലും നമുക്കിവിടെ ഈ ഗോട്ട് ഉപയോഗിച്ചതാകാം. ഇത് രണ്ട് രീതിയിലും വരാം. പക്ഷെ നോർമലി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഹി ഗോട്ട് ഹേർട്ട് എന്നായിരിക്കും. അതുപോലെ ഒരെണ്ണം കൂടെ പറയാം. അയാൾ കഴിഞ്ഞ വർഷം പ്രൊമോട്ടഡ് ആയി. എന്ത് പറയും? ഹി ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. മനസ്സിലായോ? ഹി ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. ഇത് പാസീവ് വോയിസ് ആവാം. ആരോ അയാളെ പ്രൊമോട്ട് ചെയ്തതാണല്ലോ, അപ്പൊ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഹി ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. ഇനി ഗെറ്റ് വരുന്ന വേറൊരു ഫ്രേസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ടു ഗെറ്റ് കോട്ട് അപ്പ് എന്ന് പറയും. അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? വേണമെന്ന് വെച്ചിട്ടല്ല, എങ്ങനെയോ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങ് പെട്ടുപോവുകയാണ്, നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയി പോവുകയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് പറയണം, ഞാൻ എൻ്റെ ജോലിയിൽ അങ്ങ് അല്ലാണ്ട് അങ്ങ് ആണ്ടുപോയി, അതുകൊണ്ട് അവളെ വിളിക്കാനും മറന്നുപോയി. അപ്പൊ അവിടെ എന്ത് പറയും? ഐ ഗോട്ട് കോട്ട് അപ്പ് ഇൻ വർക്ക് ആൻഡ് ഫൊഗോട്ട് ടു കോൾ ഹർ. ഐ ഗോട്ട് കോട്ട് അപ്പ്, അതിലങ്ങ് പെട്ടുപോയി, മുഴുകിപ്പോയി എന്ന്. ഐ ഗോട്ട് കോട്ട് അപ്പ് ഇൻ വർക്ക് ആൻഡ് ഫൊഗോട്ട് ടു കോൾ ഹർ. അപ്പോൾ എന്തിലെങ്കിലും ഇൻവോൾവ് ആവുക എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ ഈ ഗെറ്റ് കോട്ട് അപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ട്രാഫിക്കിൽ അങ്ങ് പെട്ടുപോയി, വേണമെന്ന് വെച്ചിട്ടല്ല, അങ്ങനെ സംഭവിച്ചു. അപ്പൊ എന്ത് പറയും? ഐ ഗോട്ട് കോട്ട് അപ്പ് ഇൻ ട്രാഫിക്. ഐ ഗോട്ട് കോട്ട് അപ്പ് ഇൻ ട്രാഫിക്. പിന്നെ ഒരു പ്രവൃത്തി വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ ഇടയാക്കുക എന്നൊരു അർത്ഥത്തിൽ നമ്മൾ ഈ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് ഗെറ്റിന്റെ വളരെ വലിയൊരു ഉപയോഗമാണ്. അതിന് നമ്മളൊരു പേരും കൊടുക്കാറുണ്ട്, കോസറ്റീവ് വേർബ് എന്ന് പറയും, ഇങ്ങനെ ഗെറ്റ് യൂസ് ചെയ്യുന്നതിന്. ഇപ്പൊ എനിക്ക് പറയണം, ഞാൻ എൻ്റെ കാറ് വാഷ് ചെയ്യിപ്പിച്ചു, കഴുകിപ്പിച്ചു. അപ്പൊ ഇവിടെ എന്ത് പറയും? ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ്. ഐ ഗോട്ട് മൈ കാർ വാഷ്ഡ്. മനസ്സിലായോ? അപ്പൊ ഐ ഗോട്ട് ഇറ്റ് വാഷ്ഡ് എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരെയോ കൊണ്ടത് കഴിപ്പിച്ചിട്ടുണ്ട്. ആരെ കൊണ്ടെന്നാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, കാറ് കഴിപ്പിച്ചു. ഐ ഗോട്ട് ഇറ്റ് വാഷ്ഡ്. പക്ഷെ എനിക്ക് എന്റെ മുടി ഒന്ന് വെട്ടിക്കണം, അതെങ്ങനെ പറയും? ഐ മസ്റ്റ് ഗെറ്റ് മൈ ഹെയർ കട്ട്. ഐ മസ്റ്റ് ഗെറ്റ് മൈ ഹെയർ കട്ട്. ആ മൈ ഹെയർ കഴിഞ്ഞിട്ട് കട്ട് എന്നുള്ളത് വേറൊരു വാക്കായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കാരണം ഇവിടെ എന്റെ മുടി വെട്ടിക്കണം എന്ന് പറയാൻ കട്ട് എന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഈ വന്നിരിക്കുന്ന അവസാനം വന്ന കട്ട്. ആ ഒരു വേർബിന്റെ പ്രത്യേകത അറിയാലോ, ആദ്യത്തെ 3 വേർബ് ഫോംസും V1, V2, V3 എല്ലാം കട്ട് തന്നെയാണ്. അവിടെ പറഞ്ഞത് ഐ മസ്റ്റ് ഗെറ്റ് മൈ ഹെയർ കട്ട് എന്നാണ്. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിലോ, എനിക്കൊരു ഹെയർ കട്ട് വേണം എന്ന് പറയുകയാണെങ്കിലോ, ഐ മസ്റ്റ് ഗെറ്റ് എ ഹെയർ കട്ട് എന്ന് പറയും. അവിടെ ഗെറ്റ് എന്ന് വെച്ചാൽ കിട്ടുക, വേണം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഐ മസ്റ്റ് ഗെറ്റ് എ ഹെയർ കട്ട്.
മനസ്സിലായോ? ഹെയർ കട്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ആയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചെഴുതിയത്. ഹെയർ കട്ട് എന്ന് എഴുതാനും കാരണം അതാണ്. ഇനി എനിക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കുന്ന പണിയായതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്, മോനെ കൊണ്ട് കൂടി അത് ചെയ്യിപ്പിച്ചു. അവനെ കൊണ്ട് കൂടി എന്നെ സഹായിപ്പിച്ചു എന്ന്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പറയുന്നറിയോ, ഐ ഗോട്ട് മൈ സൺ ടു ഹെൽപ്പ് മീ വിത്ത് ക്ലീനിങ്. ഇവിടെ നമ്മൾ ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചെന്ന് പറയുന്നുണ്ട് അല്ലെ, മോനെ കൊണ്ടാണ്. അപ്പൊ പറഞ്ഞെങ്ങനെയാ നോക്കിയേ, ഐ ഗോട്ട് മൈ സൺ ടു ഹെൽപ്പ് മീ വിത്ത് ക്ലീനിങ് എന്ന് പറയണം. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ, ആ ഗെറ്റ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ടു പെർസ്വേഡ് സംബഡി ടു ഡു സംതിങ് എന്നാണ്. ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക, നിർബന്ധിക്കുക, പെർസ്വേഡ് ചെയ്യുക എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. അവള് അയാളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യിപ്പിച്ചു, അതായത് അവിടെ കൊണ്ട് ആക്കാൻ ആവശ്യപ്പെട്ടു, നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്ത് പറയും, ഷി ഗോട്ട് ഹിം ടു ഡ്രോപ്പ് ഹെർ അറ്റ് ദ സ്റ്റേഷൻ. ഷി ഗോട്ട് ഹിം ടു ഡ്രോപ്പ് ഹെർ അറ്റ് ദ സ്റ്റേഷൻ. ഇനി ഗെറ്റിന്റെ വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു അർത്ഥമാണ് ഒരു സ്ഥലത്ത് എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നൊക്കെ. അപ്പൊ നമുക്കൊരാളോട് ചോദിക്കണം, സാധാരണ നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ എത്താറ്? ഇങ്ങനെ ചോദിക്കും. വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് ഹോം? അവിടെ ഗെറ്റ് ഹോം എന്ന് വെച്ചാൽ റീച്ച് ഹോം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീച്ച് അല്ലെങ്കിൽ അറൈവ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഗെറ്റ് യൂസ് ചെയ്യാം. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, നീ അവിടെ എത്തുമ്പോ എന്നെ അറിയിക്കൂ. അതെങ്ങനെ പറയും? ലെറ്റ് മീ നോ വെൻ യു ഗെറ്റ് ദെയർ. അതായത് അവിടെ എത്തിച്ചേരുമ്പോ എന്നെ അറിയിക്കാൻ, ലെറ്റ് മീ നോ വെൻ യു ഗെറ്റ് ദെയർ. പിന്നെ നമ്മൾ മലയാളത്തില് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇട വന്നു, അതായത് അങ്ങനെ ഒരു ചാൻസ് വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അർത്ഥത്തിലും നമ്മൾ ഇതുപോലെ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് പറയേണ്ടത്, ആ മാച്ച് ലൈവായി കാണാൻ എനിക്ക് ഇട വന്നു, അതിനൊരു അവസരം വന്നു എന്ന്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ ഗോട്ട് ടു സീ ദ മാച്ച് ലൈവ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഐ ഗോട്ട് എ ചാൻസ് എന്ന് പോലും പറയണ്ട, ഐ ഗോട്ട് ടു സീ ദ മാച്ച് ലൈവ്. അങ്ങനെ കാണാൻ ഇട വന്നു എന്നാണ് അർത്ഥം. എനിക്ക് ഇന്നലെ അവളോട് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. അവിടെ എന്ത് പറയും? ഐ ഡിഡ്ന്റ് ഗെറ്റ് ടു സ്പീക്ക് ടു ഹെർ യെസ്റ്റർഡേ. ഐ ഡിഡ്ന്റ് ഗെറ്റ് ടു സ്പീക്ക് ടു ഹെർ എന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ചാൻസ് ടു സ്പീക്ക് ടു ഹെർ എന്നാണ്. അതിന് പകരം ഐ ഡിഡ്ന്റ് ഗെറ്റ് ടു സ്പീക്ക് ടു ഹെർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഈ യാത്ര, ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗെറ്റ് പല തരത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ എവിടെയെങ്കിലും പോകാൻ ഒരു വണ്ടി എടുക്കുക, വണ്ടി വിളിക്കുക എന്നൊക്കെ പറയില്ലേ, വണ്ടി യൂസ് ചെയ്യുക, അതിന് നമുക്ക് ഈ ഗെറ്റ് എന്നുള്ള വേർബ് ഉപയോഗിക്കാം. നമുക്കൊരു ടാക്സി വിളിക്കാം, ടാക്സിയിൽ പോകാം എന്നാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് എ ടാക്സി എന്ന് പറഞ്ഞാൽ മതി, ലെറ്റ്സ് ഗെറ്റ് എ ടാക്സി. അപ്പൊ ഇത് ടാക്സിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ബസ്സോ ടാക്സിയോ പ്ലെയിനോ എന്തോ ആയിക്കോട്ടെ, അതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് യാത്രയ്ക്ക്. അവിടെ നമുക്ക് ഈ വാക്ക് ഗെറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറയാണ്, ഇനി ബസ്സിന് പോകാൻ പറ്റില്ല, അത്രയും ലേറ്റ് ആയി. അവിടെ എന്ത് പറയും? ഇറ്റ്സ് ടു ലേറ്റ് ടു ഗെറ്റ് എ ബസ്. ഇറ്റ്സ് ടു ലേറ്റ് ടു ഗെറ്റ് എ ബസ്. ഇനി കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ കയറുക അല്ലെങ്കിൽ ഇറങ്ങുക എന്നൊക്കെ പറയാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കേണ്ടി വരും. അവിടെ എല്ലാം ഗെറ്റ് ഉണ്ട്, ഗെറ്റിന്റെ ഫ്രേസൽ വേർബ്സാ വരുന്നത്. എന്താണ് ഈ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്? അവിടെ ഗെറ്റ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വാക്ക് കൂടെ വരും, ഒരു പ്രെപ്പോസിഷൻ കൂടെ വരും. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഗെറ്റ് ഇൻ ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബാണ്. അപ്പൊ കണ്ടോ, ഇത് ഗെറ്റിന്റെ ഫ്രേസൽ വേർബാണ്. ഗെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻ ടു കൂടെ വന്നു. അപ്പൊ എനിക്ക് പറയേണ്ടത്, അവള് കാറിൽ കയറി. കയറി പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്ത് പറയും? ഷീ ഗോട്ട് ഇൻ ടു ദ കാർ. ഷീ ഗോട്ട് ഇൻ ടു ദ കാർ. പക്ഷെ ഈ ഗോട്ട് ഇൻ ടു എന്ന് പറയുന്നത് കാറിൽ കയറുന്നതിന് മാത്രം ഉപയോഗിക്കുന്നതല്ല. ഇപ്പൊ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു എന്ന് പറയാനും ഗോട്ട് ഇൻ ടു ഉപയോഗിക്കാം. അപ്പൊ എനിക്ക് പറയേണ്ടത്, അവൾക്ക് സ്കൂളിൽ വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ടായി, അല്ലെങ്കിൽ അവളൊരു പ്രശ്നത്തിൽ അങ്ങനെ അകപ്പെട്ടു പോയി എന്നാണെങ്കിൽ ഷീ ഗോട്ട് ഇൻ ടു ട്രബിൾ എറ്റ് സ്കൂൾ എന്ന് പറയും. ഷീ ഗോട്ട് ഇൻ ടു ട്രബിൾ എറ്റ് സ്കൂൾ. അപ്പൊ നമുക്ക് കാറിന്റെ കാര്യം തന്നെ പറയാം. അവള് കാറിൽ നിന്ന് ഇറങ്ങി എന്ന് എങ്ങനെ പറയും? ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ. ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ എന്ന് പറഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങി എന്നാണ്. പക്ഷെ ഈ ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മാത്രമല്ല. മുൻപ് നമ്മൾ ഗെറ്റ് ഇൻ ടു കണ്ടില്ലേ, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി എന്ന് പറയാനും ഷീ ഗോട്ട് ഇൻ ടു ട്രബിൾ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ നിന്നെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറയാം. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം, ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഈ ഒരു മുറിയിൽ നിന്നാവാം അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാവാം. ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നാണ്. അപ്പൊ മുൻപ് കണ്ടല്ലോ, കാറിൽ കയറുക എന്നുള്ളതിന് ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞു. ബസ് ആണെങ്കിലോ അവിടെ ഗെറ്റ് ഓൺ എന്നാണ് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ പറയാണ്, വേഗാവട്ടെ ബസ്സിൽ കയറൂ. ഹറി അപ്പ്, ഗെറ്റ് ഓൺ ദ ബസ്. ഹറി അപ്പ് എന്ന് വെച്ചാൽ വേഗാവട്ടെ, ഗെറ്റ് ഓൺ ദ ബസ്, ബസ്സിൽ കയറൂന്ന്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഈ ഗെറ്റ് ഓൺ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ബസ്
ട്രെയിൻ, പ്ലെയിൻ അതുപോലെയുള്ള വെഹിക്കിൾസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ പറ്റുന്നത്ര ഇടം അതിനകത്തുണ്ടെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ഗെറ്റ് ഓൺ എന്നാണ് പറയുക. നേരെ മറിച്ച് കാറിൽ അങ്ങനെയല്ലല്ലോ, കാറിൽ അകത്ത് കയറിയിട്ട് നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, ഒതുങ്ങി അല്ലെ. അവിടെ ഗെറ്റ് ഇൻ ടു ആണ് അകത്ത് കയറുക എന്നുള്ളതിന് യൂസ് ചെയ്തത്. അപ്പോൾ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്നോ ഒക്കെ ഇറങ്ങുന്നതിന് എന്ത് പറയും? അവിടെ ഗെറ്റ് ഓഫ് എന്നാണ് യൂസ് ചെയ്യുക. ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്, ഐ എം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ഐ എം ഗെറ്റിംഗ് ഓഫ്, ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണെന്ന്. അപ്പോൾ താഴെ ഇറങ്ങുക എന്നുള്ളതിന് എന്ത് പറയും? അവിടെ ഗെറ്റ് ഡൗൺ എന്ന് യൂസ് ചെയ്താൽ മതി. മേശമേൽ നിന്ന് താഴത്ത് ഇറങ്ങൂ, മേശപ്പുറത്ത് കയറി നിൽക്കുകയാണ്, അവിടെ നിന്ന് താഴെ ഇറങ്ങൂ എന്ന് പറയാൻ ഗെറ്റ് ഡൗൺ ഫ്രം ദ ടേബിൾ എന്ന് പറയും. ഗെറ്റ് ഡൗൺ ഫ്രം ദ ടേബിൾ, അതിന്റെ മേലെ നിൽക്കുകയല്ലേ, ഗെറ്റ് ഡൗൺ ഫ്രം ദ ടേബിൾ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, താഴെ ഇറങ്ങൂ എന്നുള്ളതിന് നമ്മൾ ഗെറ്റ് ഡൗൺ എന്ന് മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഗെറ്റ് ഡൗൺ ടു എന്ന് പറഞ്ഞ് വേറൊരു ഫ്രേസൽ വേർബ് ഉണ്ട്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംസാരം നടക്കുകയാണ്, അതിനിടയ്ക്ക് നമ്മൾ പറയാണ്, നമുക്കിനി സംസാരമൊക്കെ നിർത്തിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറയാൻ ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ബിസിനസ് എന്ന് പറയും. ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു എന്നാണ് അവിടെ യൂസ് ചെയ്തത്. ആ ഫ്രേസിന്റെ അർത്ഥം ടു ബിഗിൻ ടു ഡു സംതിങ് എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ സംസാരം നടക്കുകയാണല്ലോ, അത് നിർത്തിയിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ തുടങ്ങാം, ആ ഒരു ബിസിനസ്സിലേക്ക് കടക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ബിസിനസ്. പക്ഷേ ഈ ഗെറ്റ് ഡൗൺ എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ടു ഗെറ്റ് സംബഡി ഡൗൺ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരാൾ സാഡ് ആവുക അല്ലെങ്കിൽ വല്ലാതെ ഡിപ്രസ്ഡ് ആവുക എന്നാണ്. ഇപ്പോൾ ചിലർ പറയാറില്ലേ, വിന്റർ സീസൺ വരുമ്പോൾ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, അങ്ങനെ തോന്നാറുണ്ടെന്ന്. അവിടെ നമുക്ക് പറയാം ദ ഗ്ലൂമി വെദർ ഗെറ്റ്സ് മീ ഡൗൺ. ഈ ഒരു വിന്റർ സീസൺ ആകുമ്പോൾ, ഈ ഒരു ഗ്ലൂമി ആയിട്ടുള്ള വെദർ വരുമ്പോൾ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആവാറുണ്ട്. ദ ഗ്ലൂമി വെദർ ഗെറ്റ്സ് മീ ഡൗൺ. അപ്പൊ ആർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക്. അതവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഗെറ്റ്സ് മീ ഡൗൺ എന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മളങ്ങ് വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയി പോകും അല്ലേ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ പറയാം? ദ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ഗോട്ട് മീ ഡൗൺ. ഞാൻ അങ്ങനെ ഡിപ്രസ്ഡ് ആയി, സാഡ് ആയി. പാസ്റ്റ് ടെൻസ് വരണമല്ലോ, അതുകൊണ്ടാണ് ഗോട്ട് മീ ഡൗൺ എന്ന് പറയുന്നത്. ഇനി ഗെറ്റിന്റെ വേറൊരു ഫ്രേസൽ വേർബ് ആണ് ഗെറ്റ് ഇറ്റ്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാമോ? ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരവിടെ എന്തോ ധ്വനിപ്പിക്കുന്നുണ്ട്, എന്തോ കൊള്ളിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രേസൽ വേർബ് ഉപയോഗിക്കുക. ഇപ്പോൾ ആരോ നമ്മളങ്ങനെ ഒരു രീതിയിൽ കുറ്റപ്പെടുത്തുകയാണോ എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് പറയും? വെയിറ്റ്, ആം ഐ ടു ബ്ലെയിം? നിക്ക്, ഞാനാണോ കുറ്റക്കാരി എന്ന് ചോദിക്കില്ലേ? എന്നിട്ട് എന്ത് പറയും? വാട്ട് ആർ യു ഗെറ്റിംഗ് ഇറ്റ്? എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താണ് നിങ്ങൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പറയാൻ ശ്രമിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാണ് നമ്മൾ ചോദിച്ചത് വാട്ട് ആർ യു ഗെറ്റിംഗ് ഇറ്റ് എന്ന്. അപ്പോൾ അവിടെ ഗെറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് അവിടെ ധ്വനിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ്. പക്ഷെ ഗെറ്റ് ഇറ്റ് എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. സ്ഥിരമായിട്ട് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക എന്നുള്ളതിനും നമ്മളിങ്ങനെ ഗെറ്റ് ഇറ്റ് എന്ന് പറയും. അപ്പോൾ ഹീസ് ഓൾവേസ് ഗെറ്റിംഗ് ഇറ്റ് മീ എന്ന് വെച്ചാൽ അയാൾ എപ്പോൾ നോക്കിയാലും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് അർത്ഥം. ഹീസ് ഓൾവേസ് ഗെറ്റിംഗ് ഇറ്റ് മീ. പിന്നെ വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള വേറൊരു ഫ്രേസൽ വേർബ് ആണ് ടു ഗെറ്റ് ബാക്ക് ടു സംബഡി. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. ഇപ്പൊ ആരെങ്കിലും നമ്മളെ വിളിച്ചെന്തെങ്കിലും കാര്യം ചോദിച്ചു, അതിന് മറുപടി നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മൾ തിരിച്ചു വിളിക്കാം എന്ന് പറയില്ലേ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്രേസൽ വേർബ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. അപ്പോൾ ചിലപ്പോൾ ഒരു മെയിലിന്റെ റിപ്ലൈ ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കാം, വളരെ ഇൻഫോർമൽ ആയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറയാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്നാണ്. അടുത്ത ഫ്രേസൽ വേർബ് ഗെറ്റ് ബൈ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു കൂടുക എന്നാണ്. അതായത് നമുക്ക് ഉള്ള സാലറി വെച്ച് അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ വെച്ചൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുക, അതിനെക്കുറിച്ച് പറയാനാണ് ഈ ഗെറ്റ് ബൈ എന്നുള്ള ഫ്രേസൽ വേർബ് ഉപയോഗിക്കുക. ഇത്ര ചെറിയൊരു സാലറി വെച്ചിട്ട് അയാൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്, കഴിഞ്ഞു കൂടുന്നത്? ഇവിടെ എങ്ങനെ ചോദിക്കും? ഹൗ ഡസ് ഹി ഗെറ്റ് ബൈ ഓൺ സച്ച് എ സ്മോൾ സാലറി? ഹൗ ഡസ് ഹി ഗെറ്റ് ബൈ? എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ നിവർത്തിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഫ്രേസൽ വേർബാണ് ടു ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക എന്നാണ്. അപ്പോൾ ടീച്ചർ അകത്തേക്ക് വന്നപ്പോൾ കുട്ടികൾ എണീറ്റു. എന്ത് പറയും? ദ സ്റ്റുഡൻസ് ഗോട്ട് അപ്പ് വെൻ ദ ടീച്ചർ കെയിം ഇൻ. ദ സ്റ്റുഡൻസ് ഗോട്ട് അപ്പ്, ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റു, ദേ ഗോട്ട് അപ്പ്. പക്ഷെ നിങ്ങൾക്കറിയാം ഗെറ്റ് അപ്പ് എന്നുള്ളതിന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേക്കുമല്ലോ. അപ്പൊ ആ കട്ടിലിൽ നിന്ന്, ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതിനും ഈ ഗെറ്റ് അപ്പ് യൂസ് ചെയ്യാം. അപ്പൊ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നുള്ളതിന് നമ്മൾ വേക്കപ്പ് എന്ന് പറയും. പക്ഷെ അവിടെ നിന്ന് എണീറ്റ് വരിക എന്നുള്ളതിനാണ് ഗെറ്റ് അപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സാധാരണ 6 മണിക്കാണ് എണീക്കാറുള്ളത്. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 6. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിലോ, എന്നെ നാളെ രാവിലെ 6 മണിക്ക്
എണീപ്പിക്കണേ. അതെങ്ങനെ പറയും? പ്ലീസ് ഗെറ്റ് മീ അപ്പ് അറ്റ് 6 ടുമോറോ എന്ന് പറയാം. അവിടെ വെയ്ക്ക് മീ അപ്പ് എന്ന് പറയില്ലേ നമ്മള്, എന്നെ ഒന്ന് ഉണർത്തണേന്ന്, അതേപോലെ എഴുന്നേൽപ്പിക്കണേ എന്നുള്ളൊരു അർത്ഥത്തിൽ ഗെറ്റ് മീ അപ്പ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്നതിന് ഐ ഗെറ്റ് അപ്പ് എന്ന് പറയും. വേറൊരാളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതിന് ഗെറ്റ് സംബഡി അപ്പ് എന്നും പറയാം. ഇനി അടുത്തത് കുറച്ച് നീളുള്ള ഒരു ഫ്രേസ് ആണ് കേട്ടോ. ടു ഗെറ്റ് അലോങ് വിത്ത് അല്ലെങ്കിൽ ടു ഗെറ്റ് ഓൺ വിത്ത് എന്നൊക്കെ പറയും. അതായത് ആളുകളുമായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് പോവുക എന്നൊരർത്ഥത്തിലാണ് ആ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അവളുടെ കൊളീഗ്സുമായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണെങ്കിൽ ഷി ഗെറ്റ്സ് അലോങ് വെൽ വിത്ത് ഹെർ കൊളീഗ്സ് എന്ന് പറയും. ഷി ഗെറ്റ്സ് അലോങ് വെൽ വിത്ത് ഹെർ കൊളീഗ്സ്. ഇവിടെ ഗെറ്റ്സ് അലോങ് വെൽ വിത്ത് എന്ന് പറയുന്ന പകരം ഷി ഗെറ്റ്സ് ഓൺ വെൽ വിത്ത് എന്നും പറയാം. ടു ഗെറ്റ് ഓൺ വിത്ത് എന്ന് പറയാം. ഇനി അടുത്ത ഫ്രേസ് നമുക്ക് അറിയാവുന്നതാണ്, ഗെറ്റ് ടുഗെദർ. അതായത് ഒരുമിച്ച് കൂടുക എന്നല്ലേ അർത്ഥം. നമ്മൾ പറയാണ് ഈ വീക്കെൻഡിൽ നമുക്കൊന്ന് ഒന്നിച്ചു കൂടാം. ലെറ്റ്സ് ഗെറ്റ് ടുഗെദർ ദിസ് വീക്കെൻഡ്. അപ്പോൾ അവിടെ ഗെറ്റ് ടുഗെദർ എന്ന് പറഞ്ഞത് 2 വാക്കുകളായിട്ടാണ് എഴുതിയത്. നിങ്ങൾ കണ്ടല്ലോ അത്. പക്ഷെ ചിലപ്പോൾ അത് ഒറ്റ വാക്കായിട്ട്, അതായത് ഒരു ഹൈഫൻ മാത്രം ഇട്ട് അതിന് ജോയിൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. എപ്പോഴാണ്? അതൊരു നൗൺ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ വി ഹാവ് എ ഫാമിലി ഗെറ്റ് ടുഗെദർ കമ്മിങ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം. അപ്പൊ അവിടെ ഗെറ്റ് ടുഗെദർ എന്നുള്ളത് ഒരു നൗൺ ആണ്. ഞാനത് എങ്ങനെ എഴുതിയതെന്ന് കണ്ടോ? ഒറ്റ വാക്കായിട്ട് ഒരു കോമ്പൗണ്ട് നൗൺ ആയിട്ടാണ് വന്നത്. ഒരു ഹൈഫൻ മാത്രമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി അടുത്ത ഫ്രേസൽ വെർബ് ടു ഗെറ്റ് സംതിങ് എക്രോസ്. അതിന്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റേയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് പറയാനുണ്ടായ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് ആ എതിരെ നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അവിടെ എന്ത് പറയും? ഐ മാനേജ് ടു ഗെറ്റ് മൈ പോയിന്റ് അക്രോസ് ക്ലിയർലി. ഐ മാനേജ്ഡ് ടു ഗെറ്റ് മൈ പോയിന്റ് അക്രോസ് ക്ലിയർലി. എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ ആളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. അതുപോലെ ഈ ഫോൺ ചെയ്യുന്ന കാര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ് ഗെറ്റ് ത്രൂ. എന്ന് വെച്ചാൽ ഫോൺ വഴി നമ്മൾ ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. എന്നിട്ട് അത് കിട്ടുക, അതിൽ നമ്മൾ സക്സസ്ഫുൾ ആവുകയാണ്. അതിനാണ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് അവളെ കിട്ടിയില്ല, അവളായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് പറയും? ഐ ട്രൈ ടു കോൾ ഹർ ബട്ട് ഐ കുഡിന്റ് ഗെറ്റ് ത്രൂ. അപ്പൊ ശ്രമിച്ചെങ്കിലും സംസാരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഐ കുഡിന്റ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. മേ ബി അവളെ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലൈനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഈ ഗെറ്റ് ത്രൂവിനും വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഒരു പരീക്ഷയൊക്കെ വിജയകരമായിട്ട് കടന്നുകൂടി പോരുക, പാസ്സായി പോരുക എന്നൊരു അർത്ഥത്തില് ഗെറ്റ് ത്രൂ യൂസ് ചെയ്യാം. അവൻ ഒരു പ്രശ്നവും കൂടാതെ അവന്റെ പരീക്ഷകളൊക്കെ പാസ്സായി. ഹി ഗോട്ട് ത്രൂ ഹിസ് എക്സാംസ് വിതൗട്ട് എനി ട്രബിൾ. ഹി ഗോട്ട് ത്രൂ എന്ന് വെച്ചാല് കടന്നുകൂടി പോന്നു, പരീക്ഷ പാസ്സായി പോന്നു എന്നാണ് അർത്ഥം. അടുത്ത ഫ്രേസ് ഗെറ്റ് റിഡ് ഓഫ്. എന്തെങ്കിലും ഒരു കാര്യം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരാളെ ഒഴിവാക്കുക എന്നുള്ളതിനാണ് ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ ഒരു വർഷത്തെ പഠനമൊക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ആ പുസ്തകങ്ങൾ ചെയ്യുന്നത്? അത് ആർക്കെങ്കിലും കൊടുക്കും, എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ നോക്കും, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് ഓൾഡ് ബുക്സ്. കുറച്ച് പഴയ പുസ്തകങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയെടുക്കണം. ഐ നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദീസ് ഓൾഡ് ബുക്സ്. ചിലപ്പോൾ നമ്മൾ ആളുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, നീ എന്താ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ? Are you trying to get rid of me? Are you trying to get rid of me? എന്ന് ചോദിക്കും. പിന്നെ തിരക്ക് പിടിച്ച നമ്മുടെ ആ ഒരു ബിസി ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നില്ലേ, എങ്ങോട്ടെങ്കിലും ഈ ഒരു തിരക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം, യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടൊന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ തോന്നില്ലേ? അതിന് യൂസ് ചെയ്യാവുന്ന ഫ്രേസൽ വെർബാണ് ഗെറ്റ് അവേ. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കണം, ഈ ഒരു തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം, ഒന്ന് റിലാക്സ് ചെയ്യണം. അതിന് ഞാൻ എന്ത് പറയും? I just need to get away for a few days. I just need to get away for a few days. പക്ഷെ ഈ ഗെറ്റ് അവേ ആയിട്ട് ബന്ധമുള്ള വേറൊരു ഫ്രേസൽ വെർബാണ്, ടോട്ടലി ഡിഫറെന്റ് മീനിങ് ആണ്. ഗെറ്റ് അവേ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തു, പക്ഷെ പിടിക്കപ്പെടാതെ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. അയാളുടെ പേരൻസിനോട് നുണ പറഞ്ഞു, പക്ഷെ അവരത് പിടിച്ചില്ല, അങ്ങനെ അയാൾ രക്ഷപ്പെടുകയാണ്. ഞാൻ എന്ത് പറയും? ഹി ലൈഡ് ടു ഹിസ് പേരൻസ് ബട്ട് ഹി ഗോട്ട് അവേ വിത്ത് ഇറ്റ്. എന്തുകൊണ്ടാണ് ഗോട്ട് അവേ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞത്? ഈ ഒരു തെറ്റ് ചെയ്തത്
ആരും പിടിച്ചുമില്ല, അയാൾ ആരും ശിക്ഷിച്ചുമില്ല. ഹി ഗോട്ട് അവേ വിത്ത് ഇറ്റ്. ഇനി ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കാന്നിരിക്കട്ടെ, നമ്മൾ എന്തുകൊണ്ടോ ചെല്ലാൻ ലേറ്റ് ആയി, പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ആരും നോട്ടീസ് ചെയ്യാതെ രക്ഷപ്പെട്ടു. നമ്മൾ എന്ത് പറയും? ഐ വാസ് ലേറ്റ് ബട്ട് ഐ ഗോട്ട് അവേ വിതൗട്ട് ബീയിങ് നോട്ടിസ്ഡ്. അവിടെ നമ്മൾ പറഞ്ഞു കണ്ടോ, ഐ ഗോട്ട് അവേ വിതൗട്ട് ബീയിങ് നോട്ടിസ്ഡ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന്. അടുത്ത ഫ്രേസൽ വെർബ് ഗെറ്റ് ഓവർ. ചിലപ്പോൾ നമുക്ക് ലൈഫിൽ വളരെ മോശം ചില കാര്യങ്ങൾ, ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി എന്ന് വരും അല്ലേ? പക്ഷേ ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ തിരികെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് വരാൻ. ചിലപ്പോൾ അത് ഒരാൾ നമ്മളോട് പറഞ്ഞ വളരെ റൂഡായിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കാം. അതൊന്ന് മറന്ന് നമ്മൾ പഴയ പോലെ ആവാൻ ടൈം എടുക്കും. അതിന് പറയുന്ന കാര്യം, അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബാണ് ടു ഗെറ്റ് ഓവർ സംതിങ്. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? ഐ കാൺട്ട് ഗെറ്റ് ഓവർ ഹൗ റൂഡ് ഷീ വാസ്. അവൾ എത്ര പരുഷമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളത് അത് മറന്നു കളയാൻ, അതിൽ നിന്ന് അങ്ങ് മനസ്സ് തിരിച്ചു വരുന്നില്ല എന്ന്, അതങ്ങ് വിട്ട് പോകുന്നില്ല എന്ന് നമ്മളെ. മനസ്സിലായോ? ഐ കാൺട്ട് ഗെറ്റ് ഓവർ ഹൗ റൂഡ് ഷീ വാസ്. ഇതേ ഫ്രേസൽ വെർബ് നമുക്ക് അസുഖങ്ങളെ പറ്റി പറയാനും ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കൊരു ഫ്ലൂ വന്നു, അത് മാറി നോർമൽ ആവാൻ ഒരാഴ്ച പിടിച്ചു എന്ന് പറയണമെങ്കിൽ ഇറ്റ് ടുക്ക് മീ എ വീക്ക് ടു ഗെറ്റ് ഓവർ ദ ഫ്ലൂ എന്ന് പറയും. ഇറ്റ് ടുക്ക് മീ എ വീക്ക് ടു ഗെറ്റ് ഓവർ ദ ഫ്ലൂ. ഗെറ്റ് വരുന്ന വേറൊരു ഫ്രേസാണ് ഗെറ്റ് ഓൺ സംബഡീസ് നെർവ്സ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന, എനോയിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു ഈർച്ച തോന്നുമല്ലോ, അതിനാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇന്റർനെറ്റ് വളരെ സ്ലോ ആണെങ്കിൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് തോന്നും. അപ്പൊ നമ്മൾ എന്ത് പറയും? ദ സ്ലോ ഇന്റർനെറ്റ് ഇസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ദ സ്ലോ ഇന്റർനെറ്റ് ഇസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ഇരുന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്ന് പരാതി പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തോന്നും അല്ലേ? അപ്പൊ എന്ത് പറയും? ഹെർ കോൺസ്റ്റന്റ് നാഗിങ് ഗെറ്റ്സ് ഓൺ മൈ നെർവ്സ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഗെറ്റിംഗ് ഓൺ അല്ല ഗെറ്റ്സ് ഓൺ എന്ന് പറഞ്ഞത്. ഹെർ കോൺസ്റ്റന്റ് നാഗിങ് ഗെറ്റ്സ് ഓൺ മൈ നെർവ്സ്. പിന്നെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ആരെങ്കിലും വല്ലാത്ത ദേഷ്യത്തിലൊക്കെ പെരുമാറുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, ഇന്ന് അയാളുടെ ദിവസം ശരിയല്ല, മൂഡ് ശരിയല്ല, എഴുന്നേറ്റ് വന്നു തന്നെ നല്ല രീതിയിലല്ല എന്നൊക്കെ പറയില്ലേ? അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ ദ റോങ് സൈഡ്. ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ ദ റോങ് സൈഡ് എന്ന് പറയും. ഷീ ഈസ് സോ ഇറിറ്റേറ്റഡ് ടുഡേ, മേ ബി ഷീ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ഓൺ ദ റോങ് സൈഡ്. അവൾ ഇന്ന് ഒട്ടും അവളുടെ മൂഡ് ശരിയല്ല, ആകെ ദേഷ്യത്തിലാണ്, എല്ലാവരോടും വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് പെരുമാറുന്നത്. മേ ബി ഷീ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ഓൺ ദ റോങ് സൈഡ്. ഇനി ഒരു ഫ്രേസ് കൂടെ ഞാൻ പറയാം, ടു ഗെറ്റ് സംബഡീസ് ആക്ട് ടുഗെദർ. അതെപ്പോഴാണ് പറയുന്നതെന്ന് അറിയാമോ? അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ വെറുതെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവൻ പരീക്ഷ പാസ്സാവണമെങ്കിൽ നേരായ വണ്ണം ശരിയായ രീതിയിൽ അടുക്കും ചിട്ടയായിട്ട് പഠിച്ചാലേ പറ്റൂ എന്ന് പറയും അല്ലേ? ആ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് to get one's act together. He needs to get his act together if he needs to pass. ജയിക്കണം എന്നുണ്ടെങ്കിൽ നേരായ രീതിയിൽ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. He needs to get his act together. പിന്നെ നമ്മൾ ഗെറ്റ് എന്തെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്ങിൽ ഉപയോഗിക്കാമെന്ന് കണ്ടു. അത് ഉപയോഗിച്ച് വരുന്ന പല ഫ്രേസസും കണ്ടു അല്ലേ? ഞാൻ ഇന്ന് ആകെ 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്, 2 സെന്റൻസസ് തരികയാണ്. അത് നിങ്ങൾ ശരിയായിട്ടുള്ള ഫ്രേസൽ വെർബ് അല്ലെങ്കിൽ ഫ്രേസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയൂ കേട്ടോ. എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്, അതായത് ബെറ്റർ ആകുന്നുണ്ട് എന്ന്. അപ്പൊ ഈ ആവുക എന്നുള്ളതിന് നമുക്ക് എന്താണ് അവിടെ പറയാൻ പറ്റുന്നത്, എങ്ങനെയാണ് പറയുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഗെറ്റ് ആണല്ലോ ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, നമ്മളൊരാളോട് പറയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാം എന്ന് കരുതണ്ട, അതായത് ശിക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ആരും പിടിക്കാതെ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ കരുതണ്ട എന്ന്. അതെങ്ങനെ പറയും? അവിടെയും ഗെറ്റിന്റെ ഒരു ഫ്രേസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ആലോചിച്ച് തെറ്റിക്കാതെ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മറക്കരുത്, ഇത് കഴിയുന്നത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സാധാരണ കാര്യങ്ങളാണ് പലതും നമ്മൾ ഇന്ന് കണ്ടത്. സാധാരണ ഡെയിലി കോൺവെർസേഷൻസിൽ ഉപയോഗിക്കാവുന്ന ഫ്രേസസ് ആണ് പലതും കണ്ടത്. അപ്പൊ അതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവുന്നുണ്ട്, നാച്ചുറൽ ആയിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഉപയോഗപ്പെടുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.